മലപ്പുറത്ത് ഇത്തവണ UDF വലിയ രീതിയിൽ പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന ജില്ലയാണ് മലപ്പുറം. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, മലപ്പുറത്ത് പോളിംഗ് എങ്ങനെ മുന്നോട്ട് പോകുന്നു? ട്രെൻഡ് എന്താണ്? ആര്യ 20% അടുത്തേക്ക് പോളിംഗ് ഈ മണിക്കൂറിൽ എത്തുന്നു എന്നുള്ളതാണ്. ശരാശരിക്ക് മുകളിൽ തന്നെയാണ് പോളിംഗ് ഉള്ളത്. ഒരു നീണ്ട നിര തന്നെ വോട്ടർമാരുടെ ആദ്യ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 7 മണിയോടുകൂടി തന്നെ നമ്മൾ ഈ പാണക്കാട്ടെ പോളിംഗ് ബൂത്തിൽ എത്തിയപ്പോൾ തന്നെ അത് ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ടർമാരുടെ ഒരു നീണ്ട നിര കണ്ടതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. വേങ്ങരയിലാണ് താരതമ്യേന കുറവ് പോളിംഗ് ഉള്ളത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 16 മണ്ഡലങ്ങളിൽ 15ലും 2 ലക്ഷത്തിന് മുകളിൽ വോട്ടർമാരാണുള്ളത്. അത്തരത്തിൽ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തന്നെ ഗതി നിർണ്ണയിക്കുന്ന തരത്തിൽ മലപ്പുറം എപ്പോഴും ഒരു സ്വാധീന ശക്തിയാകാറുണ്ട്. UDFനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷകളാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. LDFനെ സംബന്ധിച്ച് നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തിയാൽ അത് ബോണസ് എന്നുള്ള തരത്തിൽ തന്നെയാണ്. അത്തരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. തവനൂരും പൊന്നാനിയും തിരൂർ പോലുള്ള മണ്ഡലങ്ങളിൽ പ്രചരണങ്ങൾക്ക് അതീതമായ ഒരു പോരാട്ടം തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ള പോളിംഗ് ബൂത്തിന്റെ സവിശേഷതകളിലേക്ക് കൂടി ഒന്ന് പോകാം. അവിടെ അലങ്കരിച്ച പ്രകൃതി സൗഹൃദ ബൂത്തിലേക്ക് സ്വാഗതം എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ആണ് ഒരു അലങ്കാരം നമുക്ക് കാണാം. പിന്നെ ഇവിടെ എത്തുന്ന ഓരോ വോട്ടർമാർക്കും മധുരം നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്നത് എന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ മധുരം നുണഞ്ഞുകൊണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. അത്തരത്തിൽ ആണ് ഓരോ വോട്ടർമാരും ഇവിടെ നിന്ന് മടങ്ങുന്നത്. എന്തായാലും ഒപ്പം തന്നെ ഓരോ ഈ ചൂട് കാലമാണ് മധുര പാനീയവും കൂടി നൽകിയിട്ടാണ് ഇവിടെ. എന്താണ് ഇത്തരത്തിലൊരു വെറൈറ്റി ആയുള്ള ഒരു ആശയത്തിന്? വെറൈറ്റി ആശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ബൂത്തിൽ വരുന്ന എല്ലാവരും വോട്ട് ചെയ്ത് സന്തോഷത്തോടെ മടങ്ങണം. അങ്ങനെ ഒരു ഞങ്ങളെ വെള്ളില എന്ന നാടിൻ്റെ ഒരു ഐക്യം കൂടി മുന്നോട്ട് എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയാണ് ബൂത്ത് മങ്കട മണ്ഡലത്തിലെ ബൂത്ത് 32, 34 എന്ന ബൂത്തുകളാണ് ഞങ്ങൾ ഇത്ര സജ്ജീകരിച്ചിട്ടുള്ളത്. നമ്മളൊരു BLO കൂടി ഉണ്ട്, അദ്ദേഹം തിരക്കിലാണ്. ഇത് ഇനിയും ഞങ്ങൾ എല്ലാ ഇലക്ഷനിലും ഇതും തുടർന്ന് പോകുന്നതിന് ഉദ്ദേശിക്കുന്നത്. നാടിൻ്റെ എല്ലാവരും ഒത്തൊരുമ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. വലിയ രീതിയിലൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ തുടങ്ങിയ തിരക്കാണ്. ഇപ്പോഴും നല്ല ശതമാനം പോളിംഗിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ല, എല്ലാവരും വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് വരുന്നുണ്ട്. അതെ, വലിയ രീതിയിലുള്ള ഒരു നീണ്ട നിര തന്നെ ആദ്യ മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മലപ്പുറത്തും വോട്ടിംഗ് അങ്ങനെ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ആര്യ.